പിർസത്തെ സത്യവിശ്വാസിമാരെ സത്യവിശ്വാസിനിമാരെ സഹോദരന്മാരെ സഹോദരിമാരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശത്തെ ഹയാത്തിലെ എല്ലാ സന്ദർഭത്തിലും പാലനയാക്കിയിട്ട് തഖൂലങ്ങൈത്ത് അല്ലാഹുരെ പേടിച്ചിട്ട് ചെയ്യിക്കുന്നു സുൽത്താനന്റെ മറക്കാണ്ട് എല്ലാവരൊട്ടിക്കും നസീഹത്താക്ര വസിയത്താക്ര അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശത്തെ അനുസരണയാക്കിയിട്ട് ചെയ്യിക്കുന്ന തഖൂല മുഅ്മിൻമാരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെല്ലാവരും പെടുത്തട്ട് ആമീൻ. ഒരു മുസ്ലിമായ വ്യക്തി മുഅ്മിനായ വ്യക്തി വഫാത്തായെങ്കിൽ ആ വ്യക്തിയുടെ സ്വത്ത് അത് എങ്ങനെ ഓതിവെക്കണു സ്വന്തള്ള രൂപത്തിൽ ഇസ്ലാം നമുക്ക് വ്യക്തിത്തുള്ള മാർഗദർശന കാട്ടിത്തന്നത്. അങ്ങനത്തെ ഒരാളെ സ്വത്ത് ഓതിവെക്കുന്നതിക്ക് മുന്നോളയിത്ത് ഏതെല്ലാം വിഷയം ഞങ്ങൾ ജാഗ്രത ആക്കണു സ്വന്തമുള്ളത് കല്യ ഖുതുബത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുക. ഇനി ആ വഫാത്തായ വ്യക്തിയുടെ സ്വത്ത് അതിൽ ആർക്കല്ല ഹക്കുണ്ടു, ആ ഹക്ക് ഓരോരുത്തർക്ക് എത്ര സ്വന്തമുള്ളതും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വ്യക്തിയിട്ട് പഠിപ്പാടി തന്നറ. സൂറത്തുൻ നിസാ അതിലെ 7 പിടിച്ചിട്ട് 14 ആയത്തും അതേപോലെ ഇതേ സൂറത്തിലെ ലാസ്റ്റ് 176 ആയത്ത് അതേപോലെ ഇതിരെ വിശദീകരണ ഹദീസിൽ വന്ന വിഷയ ഇത്ര മാത്രമേ ആയിട്ടുണ്ടു. ഒരാളെ സ്വത്തുര വിഷയത്തിൽ ഞങ്ങൾക്ക് പഠിക്കുമ്പോൾ പോലത്തെ ഇൽമു, ഈ ഇൽമുക്കു അറബി ഭാഷയിൽ ഇൽമുൽ ഫറായിദ് സ്വത്ത് ഓതിവെക്കര വിഷയത്തിലുള്ള പോലത്തെ ഇൽമു ചൊല്ലുறாங்க சொல்ற. അല്ലാഹു സുബ്ഹാനഹു വ തആല 7 പിടിച്ചിട്ട് 10 സൂറത്തുൻ നിസാ ഈ ആയത്തിൽ സ്വത്ത് ഓതിവെക്കുന്നതിക്ക് മുന്നോളയിത്ത് ഏതെല്ലാം വിഷയത്തിൽ ഞങ്ങൾ ജാഗ്രത ആക്കണു ചൊന്ന് ഞങ്ങൾക്ക് വ്യക്തമാക്കി തന്നിരാണ്ടായെങ്കിൽ അത് ആർക്ക് എത്ര എത്ര കൊടുക്കണു ചൊന്തുള്ളത് അതിൽ പിന്നുള്ള ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് പഠിപ്പാട് തന്നത് എത്തിക്കണം ഞങ്ങൾക്ക് കാണും കവറി. അതിൽ സൂറത്തുൻ നിസാ 11 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തി വഫാത്തായെങ്കിൽ അവന്റെ മക്കൾക്കും അതേപോലെ അവന്റെ അബ്ബുമ്മക്ക് ഉള്ള ഓതി എത്ര ചൊന്തുള്ളത് ഞങ്ങൾക്ക് പഠിപ്പാടി തണ്ട. അതിൽ പിന്നുള്ള ആയത്തിൽ 12 ആയത്തിൽ ഒരു വ്യക്തി വഫാത്തായെങ്കിൽ ആ വ്യക്തിയുടെ മാപ്പിള അല്ലെങ്കിൽ പെഞ്ഞായി അങ്ക് എത്ര തിക്കർ ഓതിക്കിട്ട് ചൊന്തുള്ളതും അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് പഠിപ്പാടി തണ്ട. അതിൽ പിന്നെ ഡയറക്റ്റ് ആയിട്ട് ഓതിക്കിട്ടാത്ത പോലത്തെ ആൽമാറുള്ളാറ് അങ്ക് എത്ര തിക്കർ ഓതിയുള്ളത് ചൊന്തുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ സൂറത്തിലെ 176 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് പഠിപ്പാടി തണ്ട. അപ്പൊ ഇസ്ലാമിന് ആ ഓതി എത്ര ചൊന്തുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നതിന് മുന്നോളയിത്ത് ഖുർആൻ യൂസാക്കിയ പോലത്തെ കൊറിയ ടെർമിനോളജി ഉണ്ട്, കൊറിയ പദപ്രയോഗമുണ്ട്. ആ പദപ്രയോഗത്തെ ഞങ്ങൾ മനസ്സിലാക്കി തിക്കണു. അപ്പൊ മാത്രമേ ആ സ്വത്ത് എങ്ങനെ ഓതി വെക്കണു ചൊന്തുള്ളത് ഞങ്ങൾക്ക് പിടിയാവരെ. അതിൽ ഒന്ന് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുമ്പോഴേക്കു ഉമ്മക്കിത്തര അബ്ബക്കിത്തര മോണുക്കിത്തര മോളുക്കിത്തര സഹോദരക്കിത്തര സഹോദരിക്കിത്തര കുഞ്ഞബക്കിത്തര മാപ്പിളക്കിത്തര ചൊല്ലുമ്പോഴേക്കു ഈ അബ്ബ ഉമ്മ മോളു അല്ലെങ്കിൽ മോണു
ಸಹೋದರ ಸಹೋದರಿ ಇದೆಲ್ಲಂ ಪ್ರಯೋಗ ಆರದು சொன்னீங்களே ಆ ಮರ್ಚ ವ್ಯಕ್ತಿ ಇತ್ತುಲ್ಲ ರಿಲೇಷನ್ಸ್ ಲೈತಿಕ್ರು ಆ ಪ್ರಯೋಗ ಬಂದರೆ ಅದಾയത് ಮರ್ಚ ವ್ಯಕ್ತಿರ ಅಬ್ಬಕು ಮರ್ಚ ವ್ಯಕ್ತಿರ ಉಮ್ಮಕು ಮರ್ಚ ವ್ಯಕ್ತಿರ ಮೋನುಕು ಮರ್ಚ ವ್ಯಕ್ತಿರ ಮೋಲುಕು ಮರ್ಚ ವ್ಯಕ್ತಿರ ಸಹೋದರ ಮರ್ಚ ವ್ಯಕ್ತಿರ ಸಹೋದರಿ മരിച്ച വ്യക്തിരെ പിന്നെ മാപ്പിള അല്ലെങ്കിൽ മരിച്ച വ്യക്തിരെ പിന്നെ ഈ രൂപത്തിൽ എത്തിക്കൊണ്ട് അങ്ങ് മനസ്സിലാക്കും കുല്ലേ. അതേപോലെ സ്വത്ത് ഓതി വെക്കുമ്പോഴത്തേക്കു പാതി 3-1 4-1 6-1 8-1 3-2 ഇങ്ങനെ എത്തിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പഠിപ്പാട്ടിരെ. അത് എന്തിനെച്ചെങ്കിൽ ആ വ്യക്തി വിട്ടുപോയ സ്വത്തുരെ ടോട്ടൽ ഇത്തിനങ്ങ എടുത്തിട്ട് അതിരെ 3-1 അതിരെ പാതി അതിരെ 6-1 അതിരെ 8-1 സ്വന്തം എത്തിക്കൊണ്ട് അങ്ങ് മനസ്സിലാക്കും കുല്ലേ. ഉദാഹരണക്ക് മോലുക്ക് പാതി പെഞ്ഞായിക്ക് 8-1 ചൊല്ലുമ്പോഴത്തേക്കു മൗത്തായ പോലത്തെ വ്യക്തിരെ ടോട്ടൽ സ്വത്തുലു പാതി സ്വത്ത് മോലുക്കും അതേപോലെ ആ ടോട്ടൽ സ്വത്തുരെ 8-1 പെഞ്ഞായിക്ക് എത്തിക്കറ് സ്വന്തം എത്തിക്കറ് ഞങ്ങൾ മനസ്സിലാക്കും കുല്ലേ. അതേപോലെ രണ്ടാമത്തെ വിഷയം ഞങ്ങൾ സ്വത്ത് ഓതി വെക്കറ് മുന്നൽ മനസ്സിലാക്കും കൊല്ലത് എന്തിനെച്ചെങ്കിൽ സ്വത്തുക്കു ഹക്കുദാരന്മാർ 2 രൂപത്തിൽ എത്തിക്കറില്ലേ. അതിൽ ഒരു വിഭാഗം ആൾമാർ അങ്ക് ഡയറക്റ്റ് ആയിട്ട് ഓതിക്കിട്ട് ആ ഡയറക്റ്റ് ആയിട്ട് ഓതി കണക്കാക്കിട്ട് കിട്ട പോലത്തെ ആൾമാർ അങ്കിത ഇത്തര ഓതി ചൊന്തു വ്യക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് പഠിപ്പാടി തന്നറ. അങ്ങനത്തെ ആൾമാർക്ക് അഹ്ലുൽ ഫറായിൽ ചൊന്ത എത്തിക്കറ് ഞങ്ങൾ ചൊല്ലേൻ, അതായത് ഇസ്ലാമിന്റെ ആ ടെർമിനോളജിയിൽ. അതേപോലെ ഡയറക്റ്റ് ആയിട്ട് സ്വത്ത് കിട്ടാത്ത ആൾമാർ അങ്ക് അസബ സ്വന്തം എത്തിക്കറ്, അതായത് അങ്ക് കറക്റ്റ് ആയിട്ട് എത്ര ഓതിച്ചൊന്ന് നിശ്ചയാക്കിയിട്ടില്ല, കറക്റ്റ് ആയിട്ടുള്ള ഓതി എത്ര ചൊന്ന് നിശ്ചയാക്കി ആൾമാർ കൊടുത്തൽ പിന്നെ ബാക്കി സ്വത്ത് എത്തിക്കറ് അങ്ക് കൊടുക്കും കുല്ലേ. അപ്പൊ അങ്ങനെ എത്തിക്കറ അസബത്തിൽ ബണ്ടി സ്വത്തുള്ളതും ഞങ്ങൾ മനസ്സിലാക്കണം. ഓരോക്കെ ഡയറക്റ്റ് ആയിട്ട് ഓതി കിട്ടുന്ന ആൾമാർക്ക് ആ ഡയറക്റ്റ് ആയിട്ടുള്ള ഓതി കിട്ടിയാൽ പിന്നെ അസബത്തിലും ഓരോക്കെ എന്താക്കറ് അങ്ക് ഓതി കിട്ടു. അപ്പൊ അങ്ക് 2 ഓതി എത്തിക്കറ അവിടെ കിട്ടേ സ്വത്തുള്ളതും ഈ സന്ദർഭത്തിൽ ഞങ്ങൾ മനസ്സിലാക്കി തിക്കണം. ഇൻഷാ അല്ലാഹ് ആ ആയത്തിരെ കറക്റ്റ് ആയിട്ടുള്ള അർത്ഥ അതിരെ വ്യാഖ്യാനം എന്തിരെ സ്വന്തം ഞങ്ങൾ മനസ്സിലാക്കാറായെങ്കിൽ സ്വത്ത് ഓതി വെക്കുന്ന വിഷയത്തിലും ഞങ്ങൾക്കൊരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഡൗട്ടും വരാത്ത രൂപത്തിൽ ഞങ്ങൾക്ക് അങ്ങനത്തെ സ്വത്ത് ഓതി വെക്കും കാവൂർ സ്വത്തുള്ളത് ഞങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഈ ആയത്ത് അവതീർണാവുരെ മുന്നോല് അതൊക്കെ സബബ് നുസൂലുണ്ട്, അതായത് അവതീർണാവുക്കുള്ള കാരണമുണ്ട്. ആ കാരണം എന്തിനാ വെച്ചെങ്കിൽ ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കുന്ന പോലത്തെ ഹദീസിൽ ഞങ്ങൾക്ക് കാണാം, സഅദ് ഇബ്നു റുബയ്യ റളിയല്ലാഹു അൻഹു ചൊന്തുള്ള സ്വഹാബി വഫാത്തായിട്ട്. അയാൾ വഫാത്തായത് ഉഹുദ് യുദ്ധത്തിൽ എത്തിക്കറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉഹുദ് യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ആക്കി എത്തിക്കറ അയാൾ വഫാത്തായത്. അയാൾക്ക് 2 പെൺമക്ക മാത്രമേ ഇന്ന്. അയാളെ സ്വത്തു അയാളെ 2 പെൺമക്ക കൊടുക്കാണ്ട് അയാളെ ബ്രദർ അയാളെ സഹോദര അയാൾ സ്വന്താക്കിത്ത്. അപ്പൊ അയാളെ പെഞ്ഞായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് ആ 2 പെൺമക്കളെ കൂട്ടി ബന്ധു സ്വന്തം നബിയെ ഇതാ സഅദ് ഇബ്നു റുബൈ അയാൾ നിങ്ങളെ കൂടെ ബദർ ഉഹുദ് യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ആക്കിയിട്ട് ഷഹീദായ ആളായിട്ടുണ്ട്. അയാൾക്കിന്ന പോലത്തെ സ്വത്തു ഈ 2 പെൺമക്ക കൊടുക്കാണ്ട് അയാളെ സഹോദര എല്ലാം എടുത്തു വെച്ചിര്. അപ്പൊ ഇതൊരു വിഷയത്തിൽ എന്തിനാ നബിയ നിങ്ങൾ അഭിപ്രായ ഈ 2 മക്കൾക്ക് അത് ഓതില്ലേ സ്വന്തം രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കേട്ടപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു ഈ വിഷയത്തിൽ അള്ളാഹു ഒരു തീരുമാനം എടുക്കറ്. അങ്ങനെ എത്തിക്കർ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹക്ക് ഇടപാട്, അതായത് ഹക്കറ വിഷയത്തിൽ സ്വത്ത് ഓതിയാക്കുന്ന വിഷയത്തിൽ ഉള്ള ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതീർണാക്കറേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഅദ് ഇബ്നു റുബയ്യ റളിയല്ലാഹു അൻഹുരെ സഹോദരനെ വിളിച്ചിട്ട് അയാളെ ടാല കർത്തിട്ട് അങ്ങനെ അയാള്, അതായത് സഅദ് ഇബ്നു റുബയ്യ റളിയല്ലാഹു അൻഹുരെ ബ്രദർ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് ഓർഡർ ആക്കിയിട്ട് സഅദിന്റെ 2 പെൺമക്കൾക്കും സഅദിന്റെ സ്വത്തിൽ നിന്ന് 3 2 കൊടുക്കണു ചൊന്തു. മാത്രമല്ല അയാളെ പെഞ്ഞായിക്ക് 8 1 കൊടുക്കണു, ബാക്കി എന്തിന സ്വത്തുണ്ടോ അത് നിക്കെടുക്ക ചൊന്തൈത്തിക്കറ്.
അപ്പൊ ഈ ഓതി എങ്ങനെ വ്യക്തത ചൊന്നെങ്കിൽ ഖുർആനിൽ വ്യക്തമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു മെത്തഡോളജി ഒരു രൂപരേഖ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പാടി തന്നറ അത് ഞങ്ങൾ മനസ്സിലാക്കറാണ്ടായെങ്കിൽ ഈ ഒരു വിഷയത്തിൽ പ്രോബ്ലം ഇല്ലാണ്ട് അന്യായാവാണ്ട് ഇസ്ലാം പഠിപ്പാട്ടിയ രൂപത്തിലെ സ്വത്ത് ഓതിബെക്കും കാവൂರು ಚೊಂತೈತಿಕ್ರು ನೋಕರ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆಲ ಸೂರತ್ ಅನ್-ನಿಸಾ ರ 11ನೇ ಆಯತಲ್ಲಿ ಚೊಲ್ಲ ಪಲ್ಕ ಯುಸೀಕುಮುಲ್ಲಾಹು ಫೀ ಔಲಾದಿಕುಂ للذكر مثل حظ الأنثيين فإن كن نساء فوق اثنتين فلهن ثلثا ما ترك وإن كانت واحدة فلها النصف ولأبويه لكل واحد منهما السدس مما ترك إن كان له ولد فإن لم يكن له ولد وورثه أبواه فلأمه الثلث فإن كان له إخوة فلأمه السدس من بعد وصية يوصي بها أو دين آباؤكم وأبناؤكم لا تدرون أيهم أقرب لكم نفعا فريضة من الله إن الله كان عليما حكيما നോക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തയിച്ച് ഈ ആയത്തിൽ അങ്ങ് പഠിപ്പാടുത്തന്റെ യുസീകുമുല്ലാഹു ഫി ഔലാദികും നിങ്ങളെ മക്കമാരെ വിഷയത്തിൽ അല്ലാഹു നിങ്ങളുടെ വസിയത്താക്കിക്കൊണ്ടുള്ള നിർദ്ദേശ തന്നുകൊണ്ടുള്ള ഉപദേശ തന്നുകൊണ്ടുള്ള അതെന്തിനെ ചൊന്നെങ്കിൽ ലിദ്ദക്കരി മിസ്ലു ഹല്ലിൽ ഉൻസയൈൻ ഒരു ആണുക്ക് രണ്ട് പെണ്ണിരെ ഓതിയിട്ടിക്കുള്ളേ ഇനി ഫൈൻ കുന്ന നിസാഅൻ ഫൗക സനതൈൻ ഇനി ജൻറാൻഡ് യാര പെൺമക്കുള്ളാരുണ്ടായെങ്കിൽ മരിച്ചാൽ വിട്ടുപോയ സ്വത്തുല്ലിന്ത് ഫലഹുന്ന സുൽസാ മാ തറക് ആ രണ്ട് പെൺമക്കൾക്ക് മൂന്നിൽ രണ്ട് ഓതിയിട്ടിക്കർ ഉള്ളേ ഇനി വൈൻ കാനത് വാഹിദതൻ ഫലഹൻ നിസ് ഇനി ഒരു മോൾ മാത്രമേ ഉള്ളേണ്ടായെങ്കിൽ അവൾക്ക് പാതി സ്വത്തൈറ്റിക്കർ കിട്ടേ വലി അബവൈഹി ലികുല്ലി വാഹിദിൻ മിൻഹുമ അസ്സുദുസ് മിമ്മാ തറക് ആ സന്ദർഭത്തിൽ ആ മരിച്ചുപോയ വ്യക്തിയുടെ അബ്ബും ഉള്ളാറുണ്ടായെങ്കിൽ അങ്ങ് ഓരോരുത്തർക്കും 1/6 ഓതി കിട്ടേ സ്വന്തം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാടുത്തണ്ട ഇൻ കാന ലഹു വലദുൻ ഫഇൻ ലം യകുൽ ലഹു വലദുൻ ഇൻ കാന ലഹു വലദുൻ ഇനി അങ്ക് മക്കുണ്ടുണ്ടായെങ്കിൽ സ്വന്തം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാടുത്തണ്ട ഇനി ഫഇൻ ലം യകുൽ ലഹു വലദുൻ വവരിസഹു അബവാഹു ഫലിഉമ്മിഹി സുലുസ് ഇനി മരിച്ചുപോയ വ്യക്തിക്ക് മക്കളൊന്നും ഇല്ലാണ്ടായെങ്കിൽ അങ്ങനെ അബ്ബുമ്മമാർക്ക് ഇറ്റിക്കറ് ആ അബ്ബുമ്മൽ ഓരോരുത്തർക്ക് 3/1 ഓതിക്കിട്ട് സ്വന്തം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാടുത്തണ്ടേ ഫഇൻ കാന ലഹു ഇഖ്വത്തുൻ ഫലിഉമ്മിഹി സുദുസ് ഇനി മരിച്ചുപോയ വ്യക്തിക്ക് സഹോദരന്മാരുള്ളാറുണ്ടായെങ്കിൽ ആ സന്ദർഭത്തിൽ ഉമ്മക്ക് 6/1 ഓതിക്കിട്ടേ ഇതെല്ലാം എപ്പോ കൊടുക്കും മിംബഅദി വസിയത്തിൻ യൂസി ബിഹാ ഔ ദൈൻ ആ വ്യക്തിയാക്കി പോലത്തെ വസിയത്ത് എന്തുണ്ടു അത് പൂർത്തിയാക്കിയാൽ പിന്നെ അതേപോലെ ആ വ്യക്തിയുടെ എന്തെല്ലാം കടുണ്ടു ആ കടെല്ലാം കൊടുത്തു വീട്ടിൽ പിന്നെ ഇറ്റിക്കറ് ലാസ്റ്റ് അല്ലാഹു സല്ലല്ലാഹു ആബാഉക്കും വഅബ്നാഉക്കും നിങ്ങളെ അബ്ബമാർ നിങ്ങളെ മക്കമാർ ലാ തദ്റൂന അയ്യുഹും അഖറബു ലക്കും നഫ്ആ നിങ്ങൾക്ക് ബിടില്ല അങ്ങളിൽ 6 ഉപകാരത്തിൽ എല്ലാ തന്റെ യാറ നിങ്ങൾക്ക് മുട്ടുല്ലങ്ങ ചൊന്തു ഫരീദത്തും മിനല്ലാഹ് ഇത് അല്ലാഹുല്ലിൻതുല്ലേ തീർമാനയിറ്റിക്കറ് അല്ലാഹുല്ലിൻതുല്ലേ ഓർഡർ ഇറ്റിക്കറ് സ്വന്തം ഇറ്റിക്കറ് ഇന്ന അല്ലാഹ കാന അലീമൻ ഹകീമ അല്ലാഹു നിർണയാക്കിയത് അത് അല്ലാഹു എല്ലാ വിഷയത്തിലും ഇൽമുള്ള ഉണീത്തുള്ള അവന് യുക്തിയുള്ള ഉണീത്തുള്ള സ്വന്തം ഇറ്റിക്കറ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാടുത്തണ്ടേ ഈ ഒരു ആയത്തിലെ വിശദീകരണം നോക്കുപോയെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ ഈ ആയത്തിൽ അങ്ങ് പഠിപ്പാട്ടിക്കൊണ്ടുള്ളത് യുസീകുമുല്ലാഹു ഫി ഔലാദിക്കും നിങ്ങളെ മക്കമാരെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ വസിയത്താക്കിക്കൊണ്ടുള്ള സ്വന്തം അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുമ്പോഴേക്കു അതെ ആ വിഷയത്തെ ഇമ്പോർട്ടൻസ് എന്തിനെ ചൊല്ലുള്ളതും ആ ഒരു വിഷയം അതേപോലെ നിങ്ങൾ അനുഷ്ഠാനാക്കുന്നു ചൊല്ലുള്ള പ്രോത്സാഹിപ്പിക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പൽക്കത്തിലൂടെ ചൊന്നുകൊണ്ടുള്ളേ അപ്പൊ ഫസ്റ്റ് മക്കളെ വിഷയം അല്ലാഹു ചൊല്ലുകൊള്ള കാരണം എന്തിനെ ചൊന്നെങ്കിൽ ഒരു വ്യക്തി വഫാത്തായെങ്കിൽ ആ വ്യക്തിക്ക് എല്ലാ തന്നെ ക്ലോസ് ചെയ്തുള്ള ആൽമാർ അങ്ങനെ ആ വ്യക്തിയെ മക്കയിറ്റിക്കറാർ ചൊല്ലുള്ളത് കൊണ്ട് തീറ്റിക്കറ് അതുകൊണ്ട് തീറ്റിക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കമാരെ വിഷയം ഒന്നാമത്തേതൂടെ മെൻഷനാക്കുള്ള കാരണം അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വിഷയം ചൊല്ലുമ്പോഴേക്കു ഞങ്ങൾ ഓൾറെഡി മനസ്സിലാക്കുക എന്തിനെ വെച്ചെങ്കിൽ ജാഹിലിയ കാലത്തിൽ സ്വത്ത് ഓതി വെച്ച് ഇന്ന പോലത്തെ സമ്പ്രദായം എങ്ങനെ വെച്ചെങ്കിൽ
പെൺമക്കൾക്ക് സ്വത്തുలు ഓതി കൊടുത്തോ ഇല്ല ಅಂತ അതേപോലെ ചെറിയ ചെറിയ മക്കളുണ്ടായെങ്കിൽ അങ്കും ഓതി കൊടുത്തോ ഇല്ല ಅಂತ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂര അങ്ങനൊന്നും ചൊല്ലില്ല മക്ക ചൊന്നെങ്കിൽ ഔലാദ് ಅದರ ಸಿಂಗುಲರ್ ಐತಿಕರು ವಲದು ചൊന്നെങ്കിൽ ആ മക്ക അത് എത്ര വെല്ല മക്കായെങ്കിലും എത്ര ചെറിയ മക്കായെങ്കിലും ആൺമക്കായെങ്കിലും പെൺമക്കായെങ്കിലും എല്ലാവർക്കും യൂസ് ആക്കற പോലത്തെ ഒരു വേർഡ് ಐತಿಕರ ഔലാദ് അല്ലെങ്കിൽ വലത് ചൊല്ലുന്നത് അപ്പൊ എല്ലാ മക്കൾക്കും ഓജുണ്ടു ചൊന്ത ಐತಿಕರ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പാടി തന്റെ അപ്പൊ ആ ഓതി എങ്ങനെ ചൊന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആണും പെണ്ണും അങ്കും ജണ്ടാൽക്ക് ഒരേ പോലത്തെ ഓതിയല്ല പിന്നമ ആണുക്ക് രണ്ട് പെണ്ണുര ഓതി തിക്കറ് സ്വന്തം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പാടി തണ്ട ഒരു പെണ്ണുക്ക് ആന്റെ പാതി സ്വന്തം അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നരെ പിന്നമ ഒരാണുക്ക് രണ്ട് പെണ്ണുര ഓതി അതായത് രണ്ട് പെൺമക്കൾക്ക് എത്ര ഓതി കിട്ട ആ ഓതി ഒരാണുക്ക് കിട്ടണം സ്വന്തമുള്ളത് തിക്കറ് അതായത് ജാഹിലിയത്തില് പെൺമക്കന്മാർക്ക് ഓതി കൊടുത്തോണ്ടില്ല ಅಂತ സ്വന്തമുള്ളത് അല്ലാഹു കണ്ടനാക്കിത്ത് പെൺമക്കൾക്കും ഓജുണ്ടു സ്വന്തമുള്ളത് തിക്കറ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാപനാക്കുന്നത് നമുക്ക് കാണാം കവറി നോക്കൂ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തിയിട്ട് പഠിപ്പാടി തന്നത് തിക്കറ് ഇത് അപ്പൊ എന്ത് കൈത്തിക്കറ് ആണിങ്ങമാർക്ക് യാരത്തെ ഓതില്ലേ പെണിയമാർക്ക് എന്തേ കൊറോടി സ്വന്തമുള്ള രൂപത്തില് കൊറിയ ഫെമിനിസ്റ്റ് മെന്റാലിറ്റി ആൾമാർ അല്ലെങ്കിൽ ആണും പെണ്ണും അങ്ങ എപ്പോഴും ഈക്വൽ എത്തിക്കൊന്നു സ്വന്തമുള്ള മെന്റാലിറ്റി വെച്ച് നടക്കുന്ന പോലത്തെ ആൾമാർ ക്വസ്റ്റ്യൻ ആക്കുവാറ് அதுக்கு இஸ்லாம் கொடுக்கிற ஆன்சர் என்று இஸ்லாம் ஆணுக்கு பெண்ணிராண்டி பதவியை யார கொடுத்துரு ಮಾತ್ರಲ್ಲ ಏದು ವಿಷಯத்திலும் ಕಾಸರ ವಿಷಯ ಅದು ಹ್ಯಾಂಡ್ಲ್ ಹಾಕ್ರವನು ಆನೆ ತಿಕ್ಕರ ಸೊಂತ ತಿಕ್ಕರು ಇಸ್ಲಾಂ ನಂಗೆ ಪಡಿಪಾಡಿ ತಂಡೆ ಸ್ವಾಭಾವಿಕ ಇತ್ತು ರೌತುಲು ಅಬ್ಬ ಉಮ್ಮ ಮಕ್ಕುಲ್ಲಾರುಂಟಾയെങ്കിൽ ആ ഉമ്മ പുറത്തു പോയിട്ട് നയിച്ചിട്ട് അബ്ബരെ ബൽത്തനു സ്വന്തല്ല അല്ലെങ്കിൽ പെഞ്ഞായി നയിച്ചിട്ട് മാപ്പിളരെ ബൽത്തനു സ്വന്തല്ല ഇസ്ലാം നമുക്ക് പഠിപ്പാടി തന്റെ പിന്നമ്മ മാപ്പിള നയിച്ചിട്ട് അല്ലെങ്കിൽ അബ്ബ നയിച്ചിട്ട് പെഞ്ഞായി മക്കളെ ബൽത്തനു സ്വന്തം തിക്കറ് ഇസ്ലാം നമുക്ക് പഠിപ്പാടി തന്റെ ഒരു ആണായവನು അവನು നയിക്ക പോവാണ്ട് പെഞ്ഞായി ಖರ್ಚಿಗೂ കൊടുക്കില്ല അവൾക്ക് ഫുഡ് എടുത്ത് കൊടുക്കില്ല ഡ്രസ് എടുത്ത് കൊടുക്കില്ല മക്കൾക്ക് തിന്നു കൊടുക്കില്ല ഉണ്ടായെങ്കിൽ ആ പെഞ്ഞായിക്ക് അല്ലെങ്കിൽ ആ ഉമ്മക്ക് ഇസ്ലാമൊരു കോർട്ടുണ്ടായെങ്കിൽ അവിടെ പോയി ಕಂಪ್ಲೇಂಟ್ ಆಕ ಇದ ನಂಡೆ ಮಾಪಲ ನಕ್ಕ ಖರ್ಚಿಗೆ ತಂದಿಲ್ಲ ಸೊಂತು ಇದ ಈ ಮಕ್ಕಳ ಹಬ್ಬ ಈ ಮಕ್ಕಕ್ಕೆ ಖರ್ಚಿ ಕೊಡ್ಕಿಲ್ಲ ಸೊಂತಲ್ಲ ಕಂಪ್ಲೇಂಟ್ ಆಕ ಅಪ್ಪ മുസ്ലിം ശരീഅത്തിലെ പാലന ആക്കറ പോലത്തെ കോർട്ടുണ്ടായെങ്കിൽ ആ മാപ്പിളക്ക് അല്ലെങ്കിൽ ആ അബ്ബക്ക് അവിടെ ശിക്ഷ കൊടുക്കൂ സ്വന്തം തിക്കറ് നമുക്ക് മനസ്സിലാക്കാം കവറി ആയെങ്കില ഒരു മാപ്പിളക്ക് നന്റെ പെഞ്ഞായി നയിച്ചിട്ട് കൊമ്പത്തെ നന്റെ നക്ക് ചോർ തണ്ടില്ല സ്വന്തം ಕಂಪ್ಲೇಂಟ್ ആക്കോക്കില്ല അതുകൊണ്ട് തിക്കറ് എപ്പോഴും ആണിങ്ങമാർക്ക് ആ ഒരു സ്ഥാനത്ത് ഇസ്ലാം കൊടുത്തിരെ സ്വന്തമുള്ളത് ഫസ്റ്റ് ഞങ്ങൾ മനസ്സിലാക്കി തിക്കണം ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കി തീരുമാനം തിക്കറ് ഞങ്ങൾക്ക് അതിൽ ഒരു ചേഞ്ചസും കൊമരം കാവില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തിയിട്ട് പഠിപ്പാട്ടിയ പോലത്തെ തീരുമാനം തിക്കറ് ഇത് സ്വന്തമുള്ളത് ഞങ്ങൾ മനസ്സിലാക്കണം ಇನ್ನೊಬ್ಬರು ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆಲ ಈ ಆಯത്തിൽ പഠിപ്പാടി തന്റെ പോലത്തെ ഓരോ നിയമം നമുക്ക് മനസ്സിലാക്കുമ്പോഴേക്കു അതിൽ ഒന്നാമത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓതി വെക്കുമ്പോഴേക്കു അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ല പൽക്ക നോക്കൂ ഒരാൾക്ക് അയലെ അവകാശിയിട്ട് അയലെ ഹക്കര ആൾമാരായിട്ട് ആൺമക്ക മാത്രമേ ഉള്ളേണ്ടായെങ്കിൽ ആ സ്വത്ത് കംപ്ലീറ്റ് ആ ആൺമക്കകൈ തിക്കറ് സ്വത്തുള്ളത് തിക്കറ് ഇനി ആൺമക്കന്മാർ ഒന്നുരാണ്ടി ആറ് ആൾമാരുള്ളാറുണ്ടായെങ്കിൽ അങ്ങ് എല്ലാവരും ആ സ്വത്ത് ഈക്വലി തെടുക്കുന്നു സ്വന്തം തിക്കറ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പാടി തന്റെ ഇതേ തിക്കറ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ ഒന്നാമത്തെ നമുക്ക് പഠിപ്പാടി തന്റെ ആൺമക്കുണ്ടുണ്ടായെങ്കിൽ ആ സ്വത്ത് കംപ്ലീറ്റ് ആൺമക്കകൈ തിക്കറ് ആ ആൺമക്ക എല്ലാവരും ആ സ്വത്ത് ഈക്വലൈറ്റ് ഡിവൈഡ് ആക്കി തെടുക്കുന്നു സ്വന്തം തിക്കറ് ഇനി ആൺമക്ക ഇല്ലാത്ത സന്ദർഭത്തിൽ എത്തിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾ വഫാത്ത് അയാൾക്ക് ഒരു മോൾ മാത്രമേ ഉള്ളേണ്ടായെങ്കിൽ ആ മോൾക്ക് എല്ലാ സ്വത്തും എഴുതി കൊടുക്കും അല്ലെങ്കിൽ എല്ലാ സ്വത്തും കൊടുക്കുന്ന പോലത്തെ റൈറ്റ്സ് ഇസ്ലാമിൽ ഇല്ല എങ്കിൽ ഉണ്ട് ഈ ഒരു മോഡേൺ ഏജിൽ അങ്ങ് നോക്കിക്കൊണ്ടുള്ളേ വിഷയം എന്തിനാ വെച്ചെങ്കിൽ ഒരു അബ്ബക്ക് മക്കെന്തും ഇല്ലാണ്ടായെങ്കിൽ അല്ലെങ്കിൽ ആൺമക്കില്ല പെൺമക്ക മാത്രമേ ഉള്ളേണ്ടായെങ്കിൽ ആ പെൺമക്ക് എല്ലാ സ്വത്തും ഡിവൈഡ് ആക്കി കൊടുക്കാറ് അങ്ങനെ ഇസ്ലാമിൽ കൊടുക്കുമെങ്കില്ല സ്വന്തമുള്ളത് ഞങ്ങൾ മനസ്സിലാക്കണം ഒരു പെണ്ണുണ്ടായെങ്കിൽ അവൾക്ക് പാതി സ്വത്ത് മാത്രമേ കൊടുക്കണം ബാക്കി പാതിക്ക് വേറെ ഹക്കുദാരമാരുള്ളാറ് അങ്കൈ തിക്കറ് കൊടുക്കൊങ്കില്ലേ അതേ തിക്കറ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നത് ഫഇൻ കുന്ന നിസാഉൻ ഫൗക സനതൈൻ ഫലഹുന്ന സുലുസ മാ തറക്
ഇനി പെണ്ണുങ്ങന്മാർ ജെൻഡർ ആൻറ്റി ആരുള്ളാറുണ്ടായെങ്കിൽ ಅಂಕ್ ಆ ವ್ಯಕ್ತಿ ಮರ್ಚಿಪೋಯ ಆಲ್ ಬಿಟ್ಟುപോയ ಸೊತ್ತಲ್ಲಿಂತ ಮೂನಲ್ ಜೆಂಡ ಐತಿಕ್ಕರು ಸೊಂತ ಐತಿಕ್ಕರು ഇപ്പൊ ഇണ്ട് മുസ്ലിം സമുദായത്തിൽ കണ്ടോണ്ടുള്ള പോലത്തെ ഓതി വെക്കുന്ന സിസ്റ്റം ഇങ്ങനല്ല സൊന്തുള്ളത് ഞങ്ങിന്റെ കണ്ടോണ്ടുള്ള ഇങ്ങനെ ആവുക്കുള്ള കാരണം എന്തിനു சொன்னீங்க ഈ ഇൽമുൽ ഫറായിൽ സൊന്തുള്ള ഈ ഒരു വിഷയത്തിൽ യാരത്തെ ഇൽമു ഈവൻ ആലിമാർക്ക് പോലും ഇല്ല സൊന്തുള്ളത് ಐತಿಕ್ಕರು ഒരൊക്കെ ഇതര വിഷയത്തിൽ ഏതാവട്ടൊരു ആലിമരുടെ പോയിട്ട് കേൾക്കുമ്പോഴത്തേക്കു അയൽക്കിഷ്ടമുള്ള രൂപത്തിൽ ആൻസർ ആക്കിയിട്ട് തടിതപ്പാട്ടം നോക്കൂ ലാസ്റ്റ് ഇങ്കെന്തും പിടിയാവാണ്ട് അങ്ങനെ അങ്കിഷ്ടമുള്ള രൂപത്തിൽ ഓതി വെക്കാറ് അങ്ങനെ ഓതി വെക്കുമ്പോഴത്തേക്കു യഥാർത്ഥത്തിൽ ആർക്ക് അതിന് ഹക്കുണ്ട് ആ ഹക്കര ആൾമാർക്ക് ആ ഓതി കിട്ടാണ്ട് പോണ്ട് സ്വന്തമുള്ളത് എത്തിക്കറ് ഇണ്ട് ഞങ്ങൾ കണ്ടുകൊണ്ടുള്ളേ അപ്പൊ അങ്ങനെ ഈ വിഷയത്തിൽ എന്താക്കണു ജാഗ്രത ആക്കണു ഒരു പെണ്ണ് മാത്രമേ ഉള്ളേണ്ടായെങ്കിൽ അവൾക്ക് എല്ലാ സ്വത്തും എഴുതി കൊടുത്തു പോയെങ്കില്ല അബ്ബരെ അല്ലെങ്കിൽ ആ പിന്നെ ഏതൊരു വ്യക്തി ഇച്ചിക്കറ് സ്വത്ത് വിട്ടുപോയരെ ആ വ്യക്തിരെ പാതി സ്വത്ത് ഇച്ചിക്കറ് ആ പെണ്ണ് കിട്ടറെ ഇനി ഒന്നുരാണ്ടി ആറ് പെൺമക്കുള്ളാറ് ജണ്ട 3, 4, 5 പെൺമക്കന്മാർ ഉള്ളാറുണ്ടായെങ്കിൽ അങ്ക് എല്ലാവർക്കും ಐತಿ കിട്ടറെ അബ്ബര സ്വത്ത് 3 ജണ്ട അംശ സ്വന്തം ഇച്ചിക്കറ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പാടുത്തണ്ടേ വിദയിച്ചിക്കറ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാട് തന്ന പോലത്തെ നിയമ സഅദ് ഇബ്നു റുബയ്യ് റളിയല്ലാഹു അൻഹുരെ ജന്ന പെൺമക്കന്മാർക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതി വെച്ചത് ഇതേ രൂപത്തിൽ ഐതിക്കറ് സുന്ദരങ്ങൾക്ക് മനസ്സിലാക്കും കവറും ഇനി മൂന്നാമത്തേത് മക്കമാർ വിഷയത്തിൽ സ്വത്ത് ഓതി വെക്കും കൊല്ല പോലത്തെ നിയമം എന്തിനു വെച്ചെങ്കിൽ മക്കമാർ ആണും പെണ്ണും ജണ്ടും ഇക്രാറുണ്ടായെങ്കിൽ ആ സന്ദർഭത്തിൽ ആൺമക്കൾക്ക് ജണ്ട് പെൺമക്കൾ ഓതിക്കിട്ട് അതായത് 3 മക്കുള്ളാറ് ജണ്ട് പെൺമക്ക ഒരു ആണുണ്ടായെങ്കിൽ ജണ്ട് പെൺമക്ക എത്ര ഓതിക്കിട്ട ആ ഓതി ആ ഒരാണ് കിട്ടണു സ്വന്തമുള്ളത് എത്തിക്കറ് ഇസ്ലാം ഞങ്ങൾക്ക് പഠിപ്പാടുത്തന്നെ ആ രൂപത്തിൽ എത്തിക്കണം അത് ഓതി വെക്കും കൊല്ലേ അപ്പൊ ഈ ഓതി വെക്കുമ്പോഴേക്കെല്ലാം ആ ഓതിക്ക് വേറെ ഹക്കുദാർ ഉള്ളാറുണ്ടായെങ്കിൽ അങ്ങനെ ഓതി ബാക്കി വെച്ചിട്ട് അതായത് അങ്ങനത് ഫസ്റ്റ്ക്ക് എടുത്തു വെച്ചിട്ട് എത്തിക്കൊന്നു ബാക്കി സ്വത്തുൽ ഓതി വെക്കും കൊല്ലേ സ്വന്തമുള്ളത് ഇസ്ലാം ഞങ്ങൾക്ക് പഠിപ്പാടുത്തുണ്ട് ഇനി നാലാമത്തേത് മക്കമാർ അങ്ങ ആണും പെണ്ണും എല്ലാം ഉള്ളാറ് അതില് അതിലാണ്ട് യാറമേ ആൾമാർ ഉള്ളാറുണ്ടായെങ്കിൽ ആ സന്ദർഭത്തിൽ മരിച്ചുപോയ വ്യക്തിരെ അബ്ബുമ്മ അതായത് ഏതൊരു വ്യക്തി ഒഫാത്തൈത്ത് ആ വ്യക്തിരെ അബ്ബുമ്മ ഉള്ളാറുണ്ടായെങ്കിൽ അങ്കും ആ സ്വത്തിൽ ഓതിണ്ടു അങ്ക് ജണ്ടാൾക്കും 1/6 പോലെ ആ പിന്നെ ആ വ്യക്തിയുടെ സ്വത്ത് ഓതി കൊടുക്കണം സ്വന്തം ഇച്ചിക്കർ ഇസ്ലാം ഞങ്ങൾക്ക് പഠിപ്പാടുത്തണ്ടേ ഇനി മക്കമാർ ആരും ഇല്ല അങ്ങനെ ഉണ്ടായെങ്കിൽ പിന്നെ അതായത് മരിച്ചുപോയ വ്യക്തി ആ വ്യക്തിക്ക് മക്കമാരില്ലാണ്ടായെങ്കിൽ ബാക്കി ആർക്കല്ല ഓതി ഉണ്ട് അങ്ങനെ ഓതി എത്ര ചുന്തലത് കൊടുത്തൽ പിന്നെ എത്ര ബാക്കിയാവരു അതെല്ലാം അബ്ബകൈത്തിക്കർ കിട്ടേ ഉമ്മക്ക് 6/1 മാത്രമേ കിട്ടേ സ്വന്തം ഇച്ചിക്കർ ഇസ്ലാം ഞങ്ങൾക്ക് പഠിപ്പാടുത്തണ്ടേ ഇനി അഞ്ചാമത്തേത് ആ ഒരു വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ല പൽക്കെന്തിരച്ചെങ്കിൽ ഈ ആയത്തിൽ ഇനി മക്കില്ല അതേപോലെ സഹോദരിമാരൈത്തുല്ലേ 1-2 യാർ ആൾമാർ ഇല്ലാണ്ടായെങ്കിൽ അപ്പൊ ഉമ്മക്കുള്ള കിട്ടേ ആ റൈറ്റ്സ് അത് യാറാവൂ ആ വ്യക്തി അതായത് ഒഫാത്തായ വ്യക്തി മരിച്ചുപോയെങ്കിൽ അയാളെ 3/1 ഉമ്മക്കിട്ട് സ്വന്തം ഇച്ചിക്കറ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് പഠിപ്പാടുത്തണ്ടേ ഇനി സഹോദരിമാർ മരിച്ചുപോയ വ്യക്തിയുടെ സഹോദരിമാർ അങ്ങ 1-2 ആളുള്ളാറുണ്ടായെങ്കിൽ ആ സന്ദർഭത്തിൽ ഉമ്മക്ക് 6/1 ഇച്ചിക്കറ് കിട്ടേ സ്വന്തം ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കുന്നു ഇത് ഇച്ചിക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ ഞങ്ങൾക്ക് പഠിപ്പായിട്ടുണ്ടല്ലേ അപ്പൊ ഇതെല്ലാം ഓതി വെക്കും കൊല്ലേ ആ വ്യക്തിരെ ಬೇರೆ ಆರಲ್ಲ ಹಕ್ಕು ಕಿಟ್ಟೊಂಡ ಅಂಕ ಅಂಗಲ ಹಕ್ಕು ಕೊಡ್ತಲ್ ಬಿನಿ ಇತ್ತಿಕ್ಕರು ಸ್ವಂತಲ್ಲದ ನಂಗೆ ಮನಸ್ಸಿಲಾಕನು ಅಪ್ಪ ಈ ರೂಪದಲ್ಲಿ ಇತ್ತಿಕ್ಕರು ಇಸ್ಲಾಂ ಓದಿಬೇಕೆಂದು ನಂಗೆ ಪಡಿಪಾಡಿತಂಡೆ ಇದೆಲ್ಲ ಇಂಗನ ಪಡಿಪಾಡಿ ತರುಂಬದಕ್ಕೂ ನಂಗೆ ಕನ್ಫ್ಯೂಷನ್ ಆಗುಂಬದಕ್ಕೂ ನಂಗೆ ಈ ವಿಷಯ ಕರೆಕ್ಟ್ ಐತಿ ಎಲ್ದಿತ್ತು ಒರಾಲ್ ಒಫಾತ್ ಐತಿ ಉಂಟು ಆಯಂಗಿಲ್ ಅಯಲ ಹಕ್ಕು ಗಿಟ್ರೆ ಆಲ್ಮಾರ್ ಆರಲ್ಲ ಸ್ವಂತಲ್ಲದ ಎಲ್ದಿಬೇಕನು ಇದ 3 ಆಣ್ಮಕ್ಕ ಜಂಡು ಪೆಣ್ಮಕ್ಕ ഉമ്മുണ്ട് അബ്ബില്ല ഇങ്ങനെ ഓരോന്ന് എഴുതി വെച്ചാൽ ഇത്ര സഹോദരിമാരുണ്ട് അപ്പൊ നോക്കണു ആ മക്കുള്ളാറ് ആൺമക്കുണ്ട് പെൺമക്കുണ്ട് അങ്ങനെ ഉണ്ടായെങ്കിൽ ആ സ്വത്ത് കംപ്ലീറ്റ് ಅಂಕ ಐತಿಕ್ರಿ ಗಿಟ್ರೆ പിന്നെ അബ്ബ ഉമ്മ ಐತಿಕ್ರದ್ರ ಬಂಡೆ ಚುಂತುಲದ ನಂಗೆ ಮನಸ್ಸಿಲಾಕೋನು ഇങ്ങനെ എഴുതിട്ട് കറക്റ്റ് ಐತೆ ನಂಗೆ
ಕಣ್ಕಾಕೆಂಗಳು ಮಾತ್ರಮೇ ಆ ರೂಪದಲ್ಲಿ ಓದಿಬೇಕು ಕಾವ್ರಿ ಚೊಂತುಲದಿ ತಿಕ್ಕರು ಇಸ್ಲಾಂ ನಂಗೆ ಪಡಿಪಾಡ್ತಂಡೆ ಅದೆಲ್ಲಾಂಟು ನಂಗಿಷ್ಟುಳ್ಳ പോലെ അവൻ ഇത്ര എടുക്കട്ട് ഓലിത്ര എടുക്കട്ട് അല്ലെങ്കിൽ ഫസ്റ്റിಗೆ മരിക്കിരാട്ടി മുന്നലെ ആൾമാരെന്തരെ എഴുതി വെച്ച് പോണ്ടേ അവൾക്ക് ഈ സ്വത്ത് അവൾക്ക് കൊടുക്കണു അല്ലെങ്കിൽ അവനക്ക് ഈ സ്വത്ത് കൊടുക്കണു അങ്ങനത്തെ ഒരു സമ്പ്രദായ ഇസ്ലാം ഇല്ല ചൊന്തലത് ഈ സന്ദർഭത്തിൽ അങ്ങ് മനസ്സിലാക്കണം ഒരാളെ ഹക്ക് എപ്പോഴും കിട്ടേ അയാൾ മർച്ചൽവിനെ മേറ്റിക്കര് ചെയ്യിച്ചിരിക്കുമ്പോൾ ഒരാൾക്ക് സ്വത്ത് ഓതിബെക്കൊക്കെ റൈറ്റ്സേ ഇല്ല മക്കമാർ ഗലാട്ടാക്കുവാറ് അല്ലെങ്കിൽ അതിൽ പിന്നെ അപരിപ്പറെല്ലാം ആവു ചൊന്തുള്ള രൂപത്തിൽ അങ്ങ് ഒരു റൈറ്റ്സും ഇല്ല ചൊന്തുള്ളത് ചിക്കര് ഞങ്ങൾക്ക് മനസ്സിലാക്കും അവർ എന്താ വെച്ചാൽ അയാൾ മരിക്കുന്ന സന്ദർഭത്തിൽ അയാൾ സ്വത്ത് എത്തരിക്കര് ചൊന്തുള്ളത് ചൊല്ലങ്കാവില്ല അത് മാത്രമല്ല അയാളെ കടത്തറുണ്ടു അയാൾ വസിയത്താകിയത് എത്തറുണ്ടു അതെല്ലാം കൊടുക്കൊങ്കില്ലത് ഇരപ്പ അതെല്ലാം അയാൾ മറിച്ചൽ വിനയിച്ചിക്കര് പദൈതിക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ പിന്നുള്ള ആയത്തിൽ വ്യക്തമായിട്ട് നമുക്ക് പഠിപ്പാടി തന്നോട്ടുള്ളേ എല്ലാം എപ്പൈത്തിക്കറ് കൊടുക്കൊങ്കില്ലേ മിൻ ബഅദി വസിയത്തിൻ യുസി ബിഹാ ഔ ദൈൻ എല്ലാം അങ്ങാക്കി വസിയത്തുണ്ടു ആ വസിയത്ത് കംപ്ലീറ്റ് ആയാൽ പിന്നെ അതേപോലെ അങ്ങനെ കടന്തരലുണ്ട ആ കടലെല്ലാം കൊടുത്ത് വീട്ടിൽ പിന്നെ ഇത്തിക്കറ് ചൊന്ത അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പാടുത്തണ്ട നമുക്കൊരു ഇന്ത്യ എത്ര ആൾമാർ ഈ വിഷയത്തിൽ ജാഗ്രത ആക്കിക്കൊണ്ടുള്ളാറ് കട കൊടുക്കാണ്ട് സ്വത്ത് ഓതി വെക്കുന്ന പോലത്തെ സമ്പ്രദായം ഉണ്ടില്ലേ ഞങ്ങളുടെ സമൂഹത്തിൽ കട എത്രയെങ്കിലും ആ കട കംപ്ലീറ്റ് കൊടുത്തത് ബാക്കിന്നതേ എത്തിക്കറ് ഓതി വെക്കൊങ്കില്ലേ ഇപ്പൊ ഒരാൾ ഒഫാത്തായെങ്കിൽ അയാളെ സ്വത്തുണ്ട് അയെങ്കിൽ ആ സ്വത്ത് കംപ്ലീറ്റ് കൊടുത്തതും അയാളെ കട തീരില്ലാണ്ടായെങ്കിൽ പോലും അയാളെ കംപ്ലീറ്റ് സ്വത്ത് കട തീർക്കൊങ്ക് എത്തിക്കറ് കൊടുക്കൊങ്കില്ലേ പിന്നെ ആർക്കും അത് ഓതി കിട്ടില്ല കട തീർക്കാണ്ട് ഓർക്കതും അയാളെ സ്വത്ത് ഓതി വെക്കൊങ്കില്ല ചൊന്തുള്ളത് എത്തിക്കറ് ഇസ്ലാം നമുക്ക് പഠിപ്പാടുത്തണ്ടേ ഇനി ഓതി വെക്ക എപ്പാച്ചെന്നെങ്കിൽ ഒന്നെങ്കിൽ അയാളെ കട ആറാവറ്റ് ഏറ്റെടുത്ത് ദിക്കുന്നു നാ കൊടുക്കുര ചൊന്ത് ഏറ്റെടുത്തായിട്ടെങ്കിൽ ആ സന്ദർഭത്തിൽ മാത്രമേ അയാൾ സ്വത്ത് ഓതി വെക്കൊങ്കില്ല അതല്ലാണ്ട് കട അവിടെ ബാക്കി വെച്ചിട്ട് അതേപോലെ അയാൾ ഇസ്ലാമിന്റെ നിയമ പ്രಕಾರ ആക്കെ പോലത്തെ യന്ത്രല്ല വസിയത്തുണ്ട ആ വസിയത്ത് അവിടെ ബാക്കി വെച്ചിട്ട് സ്വത്ത് ഓതി വെക്കുന്ന പോലത്തെ ഒരു സമ്പ്രദായ ഇസ്ലാമിലില്ല ചൊന്തുള്ളതും ഈ സന്ദർഭത്തിൽ അങ്ങ് മനസ്സിലാക്കണം അതുകൊണ്ട് സഹോദരന്മാരെ കാസ് സ്വത്ത് ജാഗ അല്ലെങ്കിൽ വേറെന്തരാവട്ടെ പ്രോപ്പർട്ടി എല്ലാവർക്കും ആസിക്കു കിട്ടണു ചൊന്തല്ലത് ആയെങ്കില കിട്ടുമ്പോഴേക്കും അത് ഹലാലയത്തുള്ള രൂപത്തിൽ ഇസ്ലാം ഞങ്ങൾക്ക് പടിപ്പാട്ടിയാത്ത രൂപത്തിൽ ഞങ്ങൾ അതിനെ സ്വന്താക്കാറാണ്ടായെങ്കിൽ ഞങ്ങൾ അതിനെ എടുത്തു വെക്കാറാണ്ടായെങ്കിൽ നാലതാ പരലോകത്തിൽ അങ്ങനത്തെ ആൾമാർക്ക് നരകത്തെ തീയറ്റിക്ക് തിന്നുവാട്ടി ചൊന്ത അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് എച്ചരിക്ക തരുമ്പോഴേക്കും ഈ വിഷയത്തിലും ഞങ്ങൾ ജാഗ്രതയാക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനത്തെ അല്ലാഹുവിന്റെ അഹ്കാം ഏത് രൂപത്തിലെത്തിക്കാൻ ഞങ്ങൾക്ക് പടിപ്പാടി തന്നതാണ് അതെല്ലാം അതേപോലെ എടുത്തിട്ട് ജീവനത്തിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു മുസ്ലിമേറ്റ് മുഅ്മിനേറ്റ് നല്ല ഈമാനോട് കൂടി ചെയ്യിക്കും ആ ഈമാനോട് കൂടി വഫാത്താവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തരട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد സത്യവിശ്വാസിമാരെ സത്യവിശ്വാസിനിമാരെ സഹോദരന്മാരെ സഹോദരിമാരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശത്തെ ഹയാത്ര എല്ലാ സന്ദർഭത്തിലും പാലനയാക്കിയിട്ട് തഖൂലങ്ങൈത്ത് അല്ലാഹുവിനെ പേടിച്ചിട്ട് ശൈഖുനു സുന്ദരനെ വർക്കാണ്ട് എല്ലാവരുടെയും ഇനർക്കം നസീഹത്താക്കറ വസിയത്താക്കറ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശത്തെ അനുസരണയാക്കിയിട്ട് ശൈഖറ തഖൂല മുഅ്മിൻമാരെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെല്ലാവരും പെടുത്തിട്ട് ആമീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീന്റെ പ്രത്യേക വിഷയം വ്യക്തമായിട്ട് അവന്റെ കലാമായിട്ടുള്ള ഖുർആനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു വഹിയ അവതീർണാക്കിയിട്ട് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് പഠിപ്പാടി തന്നിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തെ പാലനാക്കുന്നത് മുഅ്മിനീത്തുൽ ആൽമാരുടെ മേൽ നിർബന്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തീറ്റിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസാ അതിലെ 11ാമത്തെ ആയത്തിലെ എൻഡിങ്ങിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ല പൽക്ക ഫരീദത്തും മിനല്ലാഹ് അല്ലാഹുല്ലിൻതുല്ലെ ഫരീദ തീറ്റിക്കർ ഇങ്ങനെ ഓതി വെക്കണു ഈ രൂപത്തിൽ ഓതി വെക്കണു
ಇನ್ನ ಆಲ್ಮಾರ್ಕ್ ಯಾರೈ ತಿಕ್ಕರು ಇನ್ನ ಆಲ್ಮಾರ್ಕ್ ಕೊರೋಡಿ ಸೊಂತುಲ್ಲದೆಲ್ಲಂ ತೀರ್ಮಾನ ಹಾಕಿದ ಅಲ್ಲಾಹ್ ಹೋಯ್ ತಿಕ್ಕರು അതിൽ ഒരാൾക്കും ഒരു രൂപത്തെ ചേഞ്ചസും കുമരവും അധികാരമില്ല. അത് ഞങ്ങ പേഴ്സണലായിട്ട് ഞങ്ങൾക്ക് അധികാരമില്ല. അല്ലെങ്കിൽ രായത്ത് ഏതാവട്ടെ ഒരു ഇമാമുക്ക ഏതാവട്ടെ ഒരു ഉസ്താദുക്ക ഏതാവട്ടെ ഒരു കാലിക്ക അങ്ങനത്തെ അധികാരമില്ല. അല്ലെങ്കിൽ ഒരു രായത്തെ റൂലാക്കുന്ന പോലത്തെ റൂലർമാർക്ക ഗവൺമെന്റുക ಅದಕ್ಕೆ ಅಧಿಕಾರ ಇಲ್ಲ ಸ್ವಂತ ಚಿಕ್ಕರು ನಂಗೆ ಮನಸ್ಸಿಲಾಕ ಕುಲ್ಲಿ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆಲ ഞങ്ങളെ വിഷയ ഞങ്ങളാಂಟಿ ಯಾರ ಬಿಡಲ್ಲ ಉನೈತುಲ್ಲ ഏത് രൂപത്തിൽ ഓതി വെക്കണു ചൊല്ലുള്ളത് ഞങ്ങളാಂಟಿ ಯಾರ ಬಿಡಲ್ಲ ಉನ ಅಲ್ಲಾಹು ಐತುಲ್ಲ അതുകൊണ്ട് തൈതിക്കರು ಇದರ ವಿಷಯത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തിത്വ മാർഗ്ഗനിർദ്ദേശന ഞങ്ങൾക്ക് തന്നരെ. അതുകൊണ്ട് ഈ ഒരു മാർഗ്ഗനിർദ്ദേശനത്തെ ഞങ്ങൾ ജീവിതത്തിൽ അങ്ങ് എടുക്കണം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെ പടിപ്പാടി തന്നിരാണ്ടായെങ്കിൽ അത് ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് പിടില്ല സ്വന്തമുള്ള രൂപത്തിൽ അതിനെ വിട്ടുവിട്ടു പോകും കല്ല ഉള്ളേ സ്വന്തമുള്ളതും ഈ സന്ദർഭത്തിൽ ഞങ്ങൾ മനസ്സിലാക്കി തിക്കണം. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി ഒരാൾ ഒഫാത്തായെങ്കിൽ അയാളെ പെഞ്ഞായി അല്ലെങ്കിൽ ഒരു പെണ്ണ് ഒഫാത്തായെങ്കിൽ ആ പെണ്ണിന്റെ സ്വത്തുൽ മാപ്പിലേക്ക് ഇങ്ങനെ എത്ര ഓതി കിട്ട് സ്വന്തമുള്ളത് തിക്കറ് നെക്സ്റ്റ് ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാടുത്തണ്ടേ. അതേപോലെ അതിൽ പിന്നുള്ള ആയത്തിലും അതേപോലെ ഇതേ സൂറത്തിലെ 176 ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ബാക്കിന്നെ ഹക്ക്ദാരന്മാർ സ്വത്തുലു ഹക്കുൽ ആൽമാർ അങ്ങനെ വിഷയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് പഠിപ്പാടി തണ്ട ഇൻഷാ അല്ലാഹ്. ഇനിയുള്ള ഖുതുബത്തിൽ അത് ഞങ്ങൾ മനസ്സിലാക്കുക അല്ലാഹുവിന്റെ ദീൻ നല്ല പോലെ പഠിച്ചിട്ട് മനസ്സിലാക്കി ഉൾക്കൊണ്ടിട്ടു ജീവിതത്തിലെടുത്ത് മുന്തൽ പോകും അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തരട്ടെ. ഞങ്ങളുടെ കൂട്ടത്തിൽ ചുമ്മാൽമാർ ശാരീരികമായിട്ട് മാനസികമായിട്ട് ആത്മികമായിട്ടെല്ലാം കഷ്ടപ്പെടുന്നിട്ടുള്ളവർ ദുആർക്കൊങ്കു വസിയത്താക്കി എത്ര ആൽമാറുള്ള ഒരു പെണ്ണിങ്ങ ചുമ്മ ജോർ തീരാണ്ടായിട്ട് ഹോസ്പിറ്റലുണ്ട് ദുആർക്കൊങ്കു സുന്നൂರು ಅಲ್ಲಾಹುವೆ ಐಮకు ಬಂದಪಟ್ಟ ಕಷ್ಟತನಿ ಆಯತರ ಬೇಗ ತೀರ್ತು ಕೊಡ್ತಾರಪ್ಪ ಅಲ್ಲಾಹುವೆ. ಇದೇപോലെ ഞങ്ങളുടെ കുടുംബത്തിൽ എത്ര ആൽമാർ ഹോസ്പിറ്റൽ ഉള്ളാറപ്പ കഷ്ടത്തിലുള്ളാർ അല്ലാഹുവെ അങ്ക് ಬಂದಪಟ್ಟ കഷ്ടതനി ദൂരാക്കി കൊടുത്തരപ്പ അങ്ങനെ ശീഘ്ര പൂർണ്ണയിത്തുള്ള രൂപത്തിൽ റബ്ബ നീ ശിഫാക്കി കൊടുത്തരപ്പ. മാനസികയിത്തുള്ള രൂപത്തിൽ കടകൊണ്ടുത്തും കഷ്ടപ്പെട്ട എത്ര സഹോദര സഹോദരിമാരുള്ള അല്ലാഹുവെ എല്ലാവരും കഷ്ടത്തിൽ നീ ദൂരാക്കി കൊടുത്തരപ്പ. അല്ലാഹുവെ ഞങ്ങളുടെ കൂട്ടത്തിൽ വഫാത്ത് പോയ ഞങ്ങളുടെ അബ്ബമ്മമാർ ഞങ്ങൾക്ക് ബേന്മായി പോലത്തെ എത്ര ആൽമാർ അല്ലാഹുവെ ഞങ്ങളുടെ ഖബർ നീ വിശാലാക്കി കൊടുത്തരപ്പ. അങ്ക് നീ മഗ്ഫിറത്ത് മർഹമത്തിലിട്ട് കൊടുത്തരപ്പ. നാളെ ജന്നാത്തുൽ ഫിർദൗസ് ഞങ്ങളും അങ്ങളും നീ ഒട്ടിಗೆ കൂട്ടിരപ്പ. അല്ലാഹുവെ ദുനിയാവിലെ വ്യത്യസ്തയിലുള്ള ഭാഗത്തിൽ കഷ്ടപ്പെടുന്നോട്ടുള്ള എത്ര സഹോദരന്മാർ സഹോദരിമാർ ಖಾಲಿ ഒരു മുസ്ലിം ആയതിന്റെ പേരിൽ എത്ര ആൽമാർ ഏതെല്ലാം രൂപത്തിലേക്ക് റബ്ബെ കഷ്ടപ്പെടുന്നോട്ടുള്ളേ റബ്ബെ ഞങ്ങൾക്ക് ഈ രായത്ത് ഇത്തരം സമാധാനമുള്ള സബലു അല്ലെങ്കിൽ ഇത്തരം ചന്തത്തിൽ ഒട്ടൊട്ടിക്ക് ഞങ്ങൾ ചെയ്യിക്കുന്ന സബൽ ഞങ്ങൾക്ക് അങ്ങനെ കഷ്ടം മനസ്സിലാക്കുക അല്ലെങ്കിൽ അറിയുക ഞങ്ങൾക്ക് ആവാത്ത പരിസ്ഥിതിയിലുള്ള എല്ലാവരുടെ കഷ്ടം എല്ലാവരുടെ നൊമ്പലും അറിയുന്ന റബ്ബെ ಅಂಕ ನೀ ಶಾಂತಿ ಸಮಾಧಾನ ಕಿತ್ತು ಕೊಡ್ತಾರಪ್ಪ. ಇಸ್ಲಾಮರ ಮುಸ್ಲಿಮರಗಲಂ ಇಲ್ಲಾಂಟಾಕೊಂಕ ನೋಕರಪ್ಪಂತ ಏದಲ್ಲ ಶಕ್ತಿ ಉಂಡ ಅಂಗಲೆಲ್ಲ ಕುತಂತ್ರತೆ ರಬ್ಬೆ ನೀ ಇಲ್ಲಾಂಟಾಕಿರಪ್ಪ. ಅಲ್ಲಾಹುಮ್ಮ ಅಇಜ್ಜಲ್ ಇಸ್ಲಾಮ ವಲ್ ಮುಸ್ಲಿಮೀನ್ ವ ಅದಿಲ್ಲ ಶಿರ್ಕ ವಲ್ ಮುಶ್ರಿಕೀನ್. ಅಲ್ಲಾಹುಮ್ಮ ಅಗ್ಫಿರ್ ಲಿಲ್ ಮುಸ್ಲಿಮೀನ ವಲ್ ಮುಸ್ಲಿಮಾತ್ ವಲ್ ಮುಅ್ಮಿನೀನ ವಲ್ ಮುಅ್ಮಿನಾತ್ ಅಲ್ ಅಹ್ಯಾಇ ಮಿನ್ಹುಮ್ ವಲ್ ಅಮ್ವಾತ್. ರಬ್ಬನಾ ಲಾ ತುಝಿಗ್ ಕುಲೂಬನಾ ಬಅದ ಇದ್ ಹದೈತನಾ ವಹಬ್ ಲನಾ ಮಿನ್ ಲದುನ್ಕ ರಹ್ಮಾ ಇನ್ನಕ ಅಂತಲ್ ವಹಾಬ್. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.